അല്ല, കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നാണല്ലോ ഇത് കംപ്ലീറ്റ് വരുന്നത്. അത് പിന്നെ സ്വാഭാവികമായിട്ട് അവരത് ഏറ്റെടുക്കില്ലല്ലോ. ഞങ്ങളാണിത് ഉണ്ടാക്കിയത് എന്ന് പറയൂ ആരെങ്കിലും. പക്ഷേ അത് പറഞ്ഞു എന്നോട്. അതുപോലെ തന്നെ ഒരു ബോംബ്, നിങ്ങൾ ആ വാക്ക് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഒരു ബോംബ് വരുംന്ന്, ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആൾ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു ബോംബ് വരും എന്ന് എന്നോട് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ ബാക്കി എടുത്താൽ മതി. പിന്നെ ഈ പോസ്റ്റർ ആദ്യം വരുന്നത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പെരുമ്പടനക്കാരനായ ആളുടെ ഫേസ്ബുക്കിൽ നിന്നാണ്. നിങ്ങളത് പരിശോധിക്കൂ. അതിനുശേഷം പിന്നെ വന്നിട്ടുള്ള എല്ലാ മ്ലേച്ഛത്തരങ്ങളും, ഞാൻ പറഞ്ഞ ഇവർക്ക് മനസ്സിലാവണില്ലേ, ഇവരിത് എഴുതുമ്പോൾ ഇവരെയാണ് റിവീൽ ചെയ്യുന്നത് എന്നുള്ള ബോധം പോലും ഇവർക്കില്ലേ? ഇല്ലേ? നമ്മുടെ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ ശരീരാവയവത്തെക്കുറിച്ച് ഇവർക്ക് എന്താ ധാരണ? ഏതെങ്കിലും ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവം മോശമായതുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്തെല്ലാം വൾഗാരിറ്റിയാണ് എഴുതി പിടിപ്പിക്കുന്നത്. അത് അവരോട് ചോദിക്കണം. ഈ ചോദ്യം അവരോട് ചോദിക്കണം. എനിക്ക് നേരിട്ടൊരു പ്രശ്നത്തെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് എനിക്ക് എൻ്റെ പ്രസ്ഥാനം തന്നിട്ടുള്ള ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എനിക്ക് തന്നിട്ടുള്ളൊരു കരുത്തുണ്ട്, ഒരു മെൻ്റൽ എബിലിറ്റി ഉണ്ട്. അതുപയോഗിച്ച് നിയമപരമായി എനിക്ക് ചെയ്യാവുന്ന കാര്യം ഞാൻ ചെയ്യണു. ഈ വൾഗറായിട്ടുള്ള കാര്യങ്ങളും വീഡിയോകളും ചെയ്തവരോട് നിങ്ങൾ ചോദിക്കൂ. ഇല്ലേ? താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി? താങ്കൾ ഈ ഫുട്ബോൾ കമൻട്രി പോലെ ചെയ്ത കാര്യം ടീച്ചറുടെ വീടിൻ്റെ മുന്നിൽ വെച്ചാണോ? എന്തുകൊണ്ടാണ് താങ്കൾ കൂടി സഹായിക്കാതിരുന്നത്? ഇങ്ങനെ ചവിട്ടിപ്പൊളിക്കുന്ന ഒരു രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ ഇദ്ദേഹം ഈ ഫുട്ബോൾ കമൻട്രി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ? സാമാന്യ യുക്തിക്ക് ചേരുന്ന ചോദ്യം നിങ്ങൾ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളോട് പോയി ചോദിക്കുക. എല്ലാവരോടും പോയി ചോദിക്കാൻ പറ്റില്ല. കാരണം ഇതിങ്ങനെ മുഖമില്ലാത്ത, ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെതിരെ ഈ അറ്റാക്ക് വന്നപ്പോൾ ഇത് മുഖമില്ലാത്ത ഐഡിയകളിൽ നിന്ന് വരുന്നതാണ്, അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് എനിക്കറിയാം എന്നാണ് അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. ഇല്ലേ? അപ്പോൾ ഇത് പാലൂട്ടി വളർത്തുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു കൊത്തും എന്നുള്ളൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്.